ഹലോ ഫ്രണ്ട്സ്, അലീനെ മനുവിൻ്റെ വരാൻ എനിക്ക് വിശേഷങ്ങൾക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഓർപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ റോണി വിളിച്ചതനുസരിച്ച് അലീന ക്യാരംസ് കളിക്കാൻ ചെല്ലുകയാണ്. അലീന ക്യാരംസ് കളിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് സാന്ദ്ര എഴുതേക്കണം. സാന്ദ്ര എഴുതിയിട്ട് പറയണേ, ഞാൻ ഇനി കളിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, മോളെ ഞാൻ വന്നതുകൊണ്ടാണോ, ഞാൻ വന്നുകൊണ്ട് നീ കളിക്കാതിരിക്കണ്ട കേട്ടോ, നീ കളിച്ചു, ഞാൻ പൊക്കോളാം എന്ന് പറയണം. ഉടനെ ആൻറ്റി അവിടെ ഇരിക്കാൻ ആൻറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ റോണി അവിടെ പിടിച്ചിരുത്തതാണ്. റോണി പിടിച്ചിരുത്തിട്ട് റോണി എന്നിട്ട് അലീനയുടെ മടി കയറിയിരിക്കും. അപ്പോൾ സാന്ദ്ര ഇത് ഒരു ദേഷ്യഭാവത്തിൽ ഇറങ്ങിപ്പോവാണ്. ഇറങ്ങിച്ച് ചെന്നപ്പോഴത്തേക്ക് ആ കോണിപ്പടിയിൽ ഒരു സൗണ്ട് കേൾക്കുന്നത്. പെട്ടെന്ന് എല്ലാവരും കൂടി ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് കാല് തിരുമ്മിക്കൊണ്ടിരിക്കുമായിരുന്നു നമ്മുടെ സാന്ദ്ര. അതായത് ദേഷ്യഭാവത്തിൽ പോയിട്ട് വീണവിടെ വീണിട്ട് ഒരു കാല് വീണിട്ട് ഇങ്ങനെ ആ ഒരു കാല് പിടിച്ച് തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിലൻ പറഞ്ഞ്, നമ്മളോട് ദേഷ്യം കാണിച്ചതിൻ്റെ ഫലമാണ് എന്താ അനുഭവിക്കുന്നത്, നേട്ടം കണ്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് മിലൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജോസൂട്ടിയും മിലനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ കളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം ഓക്കെ പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് കുറേ തമാശയൊക്കെ കത്തിച്ച് നമ്മുടെ അലീന രണ്ട് പിള്ളേരെയും കൂടെ ജോസൂട്ടിയും മിലനെ എല്ലാം കയ്യിലെടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കളിയെല്ലാം കഴിഞ്ഞു ഒരു 7-8 മണി ആയപ്പോഴത്തേക്ക് താഴോട്ട് പോകണം. അടുക്കളയിൽ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ സാന്ദ്ര TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് വലിയ മൈൻഡൊന്നും ഇല്ല നമ്മുടെ സാന്ദ്രയ്ക്ക്. എന്നിട്ട് നേരെ അടുക്കളയിൽ പോയി ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഫുഡ് അടിക്കാൻ പതിവ് പോലെ അലീന അടുക്കളയിൽ തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ജോസൂട്ടിയും റോണിയും ദിയമോളും അവൻ്റെ കൂടെ കൂടി, അലീനയുടെ കൂടെ കൂടി, അതുപോലെ നമ്മുടെ നമ്മുടെ അവധക്കുട്ടിച്ചാരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവധക്കുട്ടിച്ചാൻ നേരെ TV ഇരിക്കുന്ന റൂമിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാന്ദ്ര അവിടെ ഇരിക്കുകയാണ്. സാന്ദ്ര അവിടെ ഇരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേക്ക്. അപ്പോൾ ചെറുതായിട്ട് കാല് തിരുമിക്കൊണ്ടിരിക്കുന്ന ചോദിക്കും, എന്താ പറ്റിയുമുള്ളതെന്ന് ചോദിക്കുന്നത്. അല്ല അപ്പോൾ ചെന്ന് കോണിപ്പടിയിൽ നിന്ന് വീണതാന്ന് പറയുമ്പോൾ, എന്തെങ്കിലും പറ്റിയുമുള്ളോ, അല്ല മുറിവല്ലോ ഉണ്ടോ, ഇല്ല കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയണം. ശരി, ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയണം കേട്ടോ, ഞാനത് മരുന്നുണ്ട് തരാമെന്ന് പറയാം. ശരി അപ്പച്ചാന്ന് പറയണം. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്, 10 മണിയല്ല, ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ചേർന്ന് കാർഡ് കളിക്കാം. അത് മിലൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് കാർഡ് കളിച്ചാൽ കൊള്ളാം, എങ്ങനെയാണ് വരുന്നുണ്ട് ചോദിച്ച്. എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അലീന ചേച്ചി റൂമിലാന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അലീനയുടെ റൂമിലായതുകൊണ്ടാണ് പോകാത്തത്. അപ്പോൾ അങ്ങനെ പോകാതിരുന്നപ്പോഴത്തേക്ക് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞ്, അപ്പോൾ അന്ന് കളിക്കാൻ വേണ്ടി ഷെറിനെ വിളിച്ചിട്ടുണ്ട്. അതായത് കളിക്കാൻ വേണ്ടി ഷെറിനെയും വിളിച്ച് ഇരുന്നാണ് പ്ലേയിങ് കാർഡ്സ് കളിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് റിലേ കട്ടാവുന്നുണ്ടെങ്കിൽ പോലും ഷെറിനും ചേർന്ന് പിള്ളേരോട് ചേർന്ന് ഷെറിനും മിലിനും ജോസൂട്ടിയും ദിയയും എല്ലാവരും ചേർന്ന് കഴുതയെങ്ങാണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കടന്നത്. അപ്പോൾ ദിയയും റോണി മോളും എല്ലാം ഉറക്കം വന്നപ്പോഴത്തേക്ക് അവർ ഉറങ്ങാൻ പോയി. അങ്ങനെ ഉറങ്ങാൻ പോയപ്പോഴത്തേക്ക് അവരെ കൊണ്ട് ഉറക്കി തിരിച്ച് ഷെറിനും ഫുഡൊക്കെ കൊടുത്ത് ഷെറിനെ ഉറക്കാൻ വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതെന്താ നമ്മുടെ വത്സമ്മയുടെ, അതായത് നമ്മുടെ സാന്ദ്ര റൂമിലൊരു സൗണ്ട് കേൾക്കുന്നു. നീ എവിടെ പോയി വീണിട്ടാടി ഈ മുറിവും പറ്റിച്ചുകൊണ്ട് വന്നേക്കുന്നത്, നിനക്കൊക്കെ നോക്കിയും കണ്ടും നടന്ന കണ്ണില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ വത്സമ്മ തൻ്റെ മകളെ സാന്ദ്രയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണെ നേരെ കഥകൻ്റെ ഒരു പാട് തുറന്നിട്ട് അകത്തോട്ട് കയറുകയാണ്. ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പറ്റിയ ആൻറ്റി, വല്ല മുറിവ് ആഴത്തിലുണ്ടോ അല്ലെങ്കിൽ വേദന ഉണ്ടോ ആഴത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക്, അതൊന്നും സാരമില്ല, അതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മുടെ സാന്ദ്രയെ അലീനയോട് നമ്മുടെ വത്സമ്മ പറയുകയാണ്, അതൊന്നും വലിയ കാര്യമാക്കി എടുക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക്, ആൻറ്റി അതങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് നേരെ ചെന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ടുള്ള ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആവി പിടിക്കാൻ പോകണം. ഉടനെ സാന്ദ്ര ഒന്നും വേണ്ടെന്ന് പറയുകയാണ്. മോളെ വാശി കാണിക്കരുത്, എന്നോടുള്ള വാശി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താളെ കാണിക്കരുത്, അസുഖമായിട്ട് നിൽക്കല്ലേ, നമുക്കത് ഇതൊന്ന് ശരിയാക്കാം എന്ന് പറഞ്ഞ് അവിടെ അലീനയുടെ കാല് ആവി പിടിച്ചു കൊടുക്കുകയാണ്. ആദ്യം മടി കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ആവിയെല്ലാം പിടിച്ച് കഴിയുമ്പോൾ നേരെ അവധക്കുട്ടിച്ചേൻ്റെ റൂമിൽ പോയിട്ട് കുറച്ചൊരു മുറിവെണ്ണ ഉണ്ട്. അപ്പം അവളുടെ കാലിന് മുറിവെണ്ണ തേക്കണം, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ വേദനയുടെ മുറിവെണ്ണ എല്ലാം വേണ്ട അവിടെ ഇരിപ്പുണ്ടെന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ആ മുറിവെണ്ണയും കൂടെ എടുത്തുകൊണ്ട് വന്ന് നേരെ തേക്കുവാണ്. അവധക്കുട്ടിച്ചൻ അലീന വന്ന് തേക്കുവാണ്. തേച്ച് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എപ്പോഴാണ് ഉറങ്ങിപ്പോകുന്നതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും, അതായത് മറിയക്കുട്ടിയും ആൻസിയും പിന്നെ അതുപോലെ
വത്സമയല്ല അടുക്കള നിൽക്കുമ്പോഴത്തേക്ക് സാന്ദ്ര രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാലിലൊരു കുഴപ്പമൊന്നുമില്ല, നീരും മാറി, വേദനയും മാറി, എല്ലാം മാറി. ഉടനെ നേരെ അടുക്കള ചെന്നിട്ട് പറയാം, അമ്മ എനിക്ക് ഇച്ചിരി കടുങ്കാപ്പി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്തിയാടി ഇതിൻ്റെ വേദനയൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറയുമ്പോൾ, പോയമ്മ എല്ലാം പോയി, ഒരു കുഴപ്പമില്ല എന്ന് പറയണം. ആണോ? ആ പറഞ്ഞാൽ അത് ആൻസിയോടും മറിയക്കുട്ടിയോട്ടായിട്ട് വത്സം പറയണ, ഓ കുറ്റം പറഞ്ഞല്ലോ, ഇന്നലെ ആ കൊച്ചു വന്ന് എണ്ണയും ചൂടെല്ലാം പിടിച്ചത് കൊണ്ടാണ് ഇവക്ക് ഇത്ര ആശ്വാസം ഉണ്ടായത്. എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ അറിയാൻ പറ്റി, അവൾക്ക് കാലിന് വേദന കുറവുണ്ടെന്ന് അറിയാൻ പറ്റി. ഞാൻ വിചാരിച്ച്, എല്ലാവരും പറഞ്ഞു കേട്ടത് ഞാൻ വിചാരിച്ച് ഏതാണ്ട് ഒരു വലിയ ഒരു രാക്ഷസി പോലെ ഒരു പെണ്ണാന്ന്. പക്ഷെ ഇത് വെറും ആട്ടിൻകുട്ടിയെ പോലെ ഒരെണ്ണം, നമ്മുടെ നമ്മുടെ ഇതിനനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മുടെ പിള്ളേരെല്ലാം സ്നേഹിക്കുന്ന ഒരു പെങ്കൊച്ചായി മാറിയല്ലോ ഉള്ളൂ എന്ന് പറയണം. ഉടനെ ആ മറിയക്കുട്ടി പറയണം, കുറ്റം പറയത്തില്ല, ഞാനും അത് തന്നെ കുറ്റം പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം, ഇനി അങ്ങനെ തന്നെ ശ്രമിക്കണം. കാരണം കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് ദിയമോളുടെയും റോണി മോൻ്റെയും ഒരു കാര്യം ഞങ്ങൾ അന്വേഷിക്കുന്നില്ല, പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും ആ കൊച്ചു തന്നെ ചെയ്തോളൂ എന്ന് പറയുകയാണ്. ഉടനെ ആൻസർ പറയണം, ശരിയാ, ഇവിടെ അല്ലെങ്കിൽ അവന്മാർ രണ്ടുപേരും ചെന്ന് പൊളിച്ചെടുക്കുന്നതാണ് രണ്ടുപേരും, പക്ഷെ ഒരു കുഴപ്പമില്ല, രണ്ടുപേരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന രണ്ടുപേരും നല്ല രീതിയിൽ ഭയങ്കര സന്തോഷമാണ്, എല്ലാം ചേച്ചി മതി, ആൻറ്റി മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. പക്ഷേ ഇപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു മാലാഖയെ പോലെ തന്നെയാണ് അവൾ. എല്ലാവരും പറഞ്ഞ് അത് അമ്മച്ചിയെ പോലെ ഇരിക്കുന്നതെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അവൾ ആ ചിരിയും സംസാരവും നടത്തവും എടുപ്പും പിന്നെ അതിലുപരിയായിട്ട് ആ സൗന്ദര്യവും എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നു. എന്നാ പറയാനാ, ആ കൊച്ചിനിങ്ങനെ ഒരു വിധി വന്നല്ലോ എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ സാന്ദ്ര നേരെ മുറ്റത്ത് പോകണം. മുറ്റത്ത് ചെന്നുമ്പോഴത്തേക്ക് അവിടെ മിലനും ജോസൂട്ടിയും അതുകുട്ടിയും എല്ലാം പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഷെറിനെ നോക്കുമ്പോഴത്തേക്ക് ഷെറിനെ മുറ്റുപടിക്കുക, അതായത് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക അലീന. അപ്പോൾ ഷെറിനും അലീനയെ കുറിച്ച് മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ആലോചന നിൽക്കും. അപ്പം പിന്നെയും അലീന പോയി തട്ടും, എഴുന്നേക്ക് എന്നുള്ള രീതിയിൽ പറയും, പിന്നെയും മുറ്റുപടിക്കും, അങ്ങനെയൊക്കെ നോക്കുന്നത്. അപ്പോൾ അലീന നമ്മുടെ സാന്ദ്രയെ കാണുമ്പോഴത്തേക്ക് അടുത്ത് നിന്നിട്ട് ചോദിക്കും, കാല് കാണിച്ച മോളെ എന്ന് പറയുമ്പോൾ കാല് കാണിച്ചു, എങ്ങനെയുണ്ട് കാല്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ കുറവുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ശരി, അപ്പം കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഫീസ് ഇല്ലെന്നുണ്ടെങ്കിൽ താങ്ക്സ് ഇത് രണ്ടും ചേർത്ത് അതിലാണെങ്കിൽ ഏറ്റവും നല്ലതാണ് എന്ന് പറയണം. അപ്പോൾ ഒരു ജാള്യതയോടെ നമ്മുടെ സാന്ദ്ര നിൽക്കണം, എന്ത് പറയണം, എങ്ങനെ പറയണം. അത്രയും നേരം കുറ്റം പറഞ്ഞ് വേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പെണ്ണിനെയല്ലേ ഇപ്പം ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും ഉച്ചയായപ്പോഴത്തേക്ക് 8 മണിയൊക്കെ കഴിഞ്ഞു, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാവരും പോയി കഴിക്കുകയൊക്കെ ചെയ്ത് പതിവ് പോലെ അലീനയും ബാവക്കുട്ടിയെല്ലാം ഇവിടെ റൂമിൽ. ഇപ്പം ശനിയാഴ്ച ആയിട്ട് പിള്ളേർക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പം നേരെ അലീന വന്നിട്ട് പിള്ളേരോട് എല്ലാവരും പറയുക, നമുക്കിന്ന് സേവനവാരമാണ്, അപ്പം നമ്മൾ എല്ലായിടത്തും വൃത്തിയാക്കുക എന്നുള്ള രീതിയിൽ കണ്ട കർട്ടനും TV മേശയും അതുപോലെ തറയും അതുപോലെ പലതിൻ്റെ മേലെ റൂഫും അങ്ങനെയുള്ള എല്ലാം നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളത് പറഞ്ഞു. പിന്നെ ചെടികളും പൂച്ചെടികളും അതെല്ലാം വൃത്തിയാക്കി എല്ലാം ശരിയാക്കുന്നുണ്ട്. എല്ലാം ശരിയാക്കി കഴിയുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്ക് പറയുവാണ്, അതായത് പിള്ളേരുടെ ഇടയ്ക്ക് ഒരു ചർച്ച ഉണ്ട്, അത് നമ്മൾ അലീൻ്റെ ഒറ്റയ്ക്ക് പോയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും പോയി കഴിക്കുക എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവതക്കുട്ടിയും അലീനയുടെയും കൂടെ പിള്ളേരെല്ലാവരും, അതായത് മിലനും ജോസൂട്ടിയും എല്ലാവരും ഒന്ന് കഴിക്കാനിരുന്നു. എല്ലാം കഴിക്കാനിരുന്ന അപ്പോഴത്തേക്ക് ആൽബർട്ടും ആൽബർട്ടും ഔസേപ്പിച്ചനും വന്നു. അവരും വന്നപ്പോഴത്തേക്ക് അവരും കഴിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് പിള്ളേർ ഇവരുടെ കൂടെ വന്നതാണ്, അതായത് ശോഭിയും റോണിയും അവരും കൂടെ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുക. നമ്മുടെ അടുക്കളയിൽ തന്നെ അലീനെ പരിചയപ്പെടുത്തിയവർ, അതായത് നമ്മുടെ മിലൻ പരിചയപ്പെടുത്തി, ചേച്ചി ഇന്ന പോലെ ചേട്ടന അതിൽ 10ാം ക്ലാസ് +1 പഠിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. എന്നിട്ട് നേരെ വന്ന് അടുക്കളയിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇന്ന പോലെ പറയുന്നുണ്ട്, ഞങ്ങളുടെ ചേട്ടനാണ്, ഞങ്ങളുടെ ചേച്ചിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് സംസാരിച്ച് എല്ലാം റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ കഴിയുമ്പോഴത്തേക്ക് വലിയ മുറിയിലൊരു സംസാരം നിങ്ങൾ കണ്ടില്ലേ,
അതായത് റോബിച്ചിനെ പറയുന്നത്. കാരണം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ അവളെ ഒറ്റപ്പെടുത്താൻ നോക്കി, ഇപ്പം നമ്മൾ ഒറ്റപ്പെട്ട പോലെ പിള്ളേരെല്ലാം അല്ല അവളെ സെറ്റായിപ്പോയി. കാരണം നമ്മൾ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ. നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു അവസ്ഥപ്പിച്ച ആൽബർട്ടച്ച എന്നൊക്കെ രീതിയിൽ റോബിച്ചും കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പറയുമ്പോഴത്തേക്ക് വത്സമ്മയും ഷിബി എന്ന് പറയുമ്പോഴത്തേക്ക് ആൽബർട്ടിൻ്റെ വൈഫ്. അപ്പോൾ അവരെല്ലാവരും ചെന്ന് അടുക്കള ചെല്ലുമ്പോഴത്തേക്ക് അടുക്കള ഭയങ്കര പൊട്ടിച്ചിരിയും ബഹളവും കാര്യമെന്ന് ഉടനെ ജോസൂട്ടി പറയാം, ചേച്ചി ഇതാണ് ഇവൻ്റെ ഒരു പൊട്ടത്തരം കേൾക്കണം, ഇവന് ലോക മണ്ടനാന്ന് പറയുന്നത്. അതെന്നെ അങ്ങനെ പറയാൻ കാര്യം, ഞാനിവനെ അല്ല അപ്പനിവനെ താറാൻ മേടിക്കാൻ പറ്റും, ഒരു 200 കൊടുത്ത്. ഇവൻ അവിടെ ചെന്നിട്ട് താറാൻ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് അങ്ങനെ പറയുമ്പോഴത്തേക്ക് മില്ലൻ പറയുവാണ്, അയ്യോ ചേച്ചി ഇത് വെറുതെ പറഞ്ഞാണ്, ഇവൻ വെറുതെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചതല്ല, അത് മിമിക്രിക്കാരുടെ അടിച്ചു മാറ്റിയെന്ന് പറയും. ഇല്ല ചേച്ചി സത്യവാ എന്ന് പറയാം. ഇപ്പോൾ കാര്യം പറയുമ്പോഴത്തേക്ക് പറയാം, അതെ ഇവൻ താറാവ് മേടിക്കാൻ പോയപ്പോഴത്തേക്ക് നല്ല മുറ്റൊരു താറാവിനെ, നല്ല ഉശിരൊരു താറാവിനെ മേടിച്ചുകൊണ്ട് വരണമെന്നുള്ളത് ഈ പറഞ്ഞു വിട്ടതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് എല്ലാം നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ്. അപ്പം എന്നാ കാര്യം എന്നാന്ന് ചോദിച്ചപ്പോൾ പറയുക, എല്ലാ താറാവിനും ഞാൻ ചെന്നപ്പോഴത്തെ എല്ലാ താറാവും വെള്ളത്തിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ടിട്ട് ഭയങ്കര ചിരി അലീന. അപ്പോൾ അടുത്ത് മിലൻ പറയണം, ഞാനൊരു തമാശ പറയാമെന്ന് പറയുമ്പോഴത്തേക്ക് അലീന പറയുന്നുണ്ട്, ഓ വേണ്ട എനിക്ക് തമാശ വേണ്ട, കാരണം ഞാൻ ഓൾറെഡി തമാശയെല്ലാം കേട്ട് എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല, ഇനിയും ചിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം തമാശ പറയേണ്ടെന്നൊക്കെ ഇത് പറഞ്ഞിരിക്കുകയാണ്. അത് എല്ലാവരും കിടക്കാനൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കിടക്കാൻ പോലും വൈകുന്നേരം പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ദിയേനെ കൂട്ടിയില്ലെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഷെറിനും നമ്മുടെ അലീനെ അങ്ങോട്ട് ചെന്ന് എന്നാടാ പിള്ളേർ അവളെ കൂട്ടാത്തതെന്ന് ചോദിച്ചിട്ട് ഓരോ ടീമിൽ ഓരോരുത്തരൊക്കെ ആയിട്ട് ചേർത്ത് ക്രിക്കറ്റൊക്കെ കളിക്കണം. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ മീൻ പിടിക്കാൻ പോയിട്ട് അലീനെ കുത്തി എടുത്തിരുന്നതായിട്ടുള്ള ചൂണ്ടയിൽ ഒറ്റ മീൻ വീഴുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ റോണിയും മില്ലനും കൂടി ചെന്ന് കല്ലൊക്കെ എടുത്തെറിഞ്ഞ് എല്ലാം ഓടിച്ചിരിക്കുക. ഭയങ്കര ചിരി ബഹളം. അന്നത്തെ ദിവസം അങ്ങനെ കടന്നു പോകുന്നു. അതുമായിട്ടൊരു 7 മണി ആയിക്കഴിയുമ്പോഴത്തേക്ക് അലീന തൻ്റെ റൂമിൽ നിന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച നമ്മുടെ സാന്ദ്ര പുറത്ത് നിൽക്കുകയാണ്. സാന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി സോറി കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക്, എന്തിനാ സോറി? അല്ല ചേച്ചി ഇന്നലെ എൻ്റെ പേര് ചോദിച്ചു, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ച് എന്നോട് മിണ്ടാൻ ശ്രമിച്ചു, ഇതൊന്നും ഞാൻ അംഗീകരിച്ചിരുന്നില്ല, ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷേ ചേച്ചി എന്നെ അതിലുപരിയായിട്ട് എന്നെ ട്രീറ്റ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക്, ഞാൻ എന്തിനാ മോളെ ക്ഷമിക്കുന്നത്? നീ തന്നെ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. നീ ഒരു കാര്യം ചെയ്യ്, നീ എല്ലാവരോടും ഇങ്ങനെ നല്ല രീതിയിൽ ചിരിച്ചും കളിച്ച് സംസാരിച്ച് നിൽക്കണം. പിന്നെ എന്നോടുള്ള ദേഷ്യവും കാര്യങ്ങളൊന്നും നിനക്കിപ്പോൾ ഇല്ലല്ലോ. അപ്പം നീ എന്നോട് ദേഷ്യം വെച്ചിട്ട് എനിക്ക് ഒന്നും പിണക്കമൊന്നുമില്ല. പിന്നെ നീ ഇപ്പോൾ ക്ഷമ പറഞ്ഞില്ല, അത് തന്നെ വലിയ കാര്യം തന്നെ. ഞാൻ നിൻ്റെ ചേച്ചിയല്ലേ ഡി, എനിക്ക് നിന്നോട് അങ്ങനെ ദേഷ്യപ്പെടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് അലീനയുടെ കണ്ണടച്ച് കഴിയുമ്പോഴത്തേക്ക് അലീനയുടെ കവളത്തൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഒറ്റ ഓട്ടം ഓടുകയാണ് നമ്മുടെ സാന്ദ്ര. അപ്പം ഇതെല്ലാം ചേർത്തിടയ്ക്ക് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ ഇനി കാണാനിരിക്കുന്നത്. അപ്പം കാത്തിരുന്ന് തന്നെ കാണാം. ഈ വരുന്ന ഈ നമ്മുടെ മഴതോൽമുമ്പിൽ സീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് അടിപൊളി വിശേഷങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം ഓരോരുത്തരും ഇതിലേക്ക് കൂടുതലായിട്ട് ക്ഷണിക്കുന്നു. അതിനാൽ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പറയുന്നത് സൈനിങ് ഓഫ്. താങ്ക് യു.